ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ കളറൊക്കെ മാറി ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പിൽ നിന്നും കുറച്ച് കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ശർക്കര പാനിയാക്കി എടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് വന്ന് ഇതുപോലെ പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൂട്ട് തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട്. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിനാണ് കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. 1/2 കപ്പും ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസം അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ബേക്കിംഗ് സോഡ ഇല്ലാതെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൊങ്ങി കിട്ടും, അത്രമാത്രമേ ഉള്ളൂ. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഏകദേശം ആ ഒരു ദോശക്കൂട്ടിൻ്റെ ഒക്കെ പാകത്തിനാണ് ഉണ്ടാകുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയിലാണ് ഞാനിതിപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ പൊങ്ങി എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാനായാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പ്രിപ്പറേഷനൊന്നും ഇതിന് വേണ്ടിയിട്ടായിട്ട് ആവശ്യമായിട്ടില്ല. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.